വാക്യങ്ങൾ ഇവിടെ വിശദീകരിച്ചു. 2-3 ഡിമാൻഡുകളെ നമ്മൾ ഉന്നയിച്ചിട്ടുണ്ട്. ഒന്ന് അഴിമതിയാണ്. അഴിമതിയുടെ എണ്ണങ്ങളൊന്നും വിശദീകരണമൊന്നും വലിയൊരു ആവശ്യമില്ല. എന്നാലും 2G സ്പെക്ട്രം 1,74,000 കോടി. പിന്നെ ഇത് എന്താ ബാൻഡ് സെക്കൻഡ് ബാൻഡ് സ്പെക്ട്രം എക്സ്പാൻഡ് എന്ന് പറഞ്ഞാല് റോക്കറ്റിൽ ചെയ്ത് കൊടുക്കുക. ഈ റോക്കറ്റല്ല ഉപഗ്രഹം. ഹെലികോപ്റ്ററിൽ നിന്ന് വിടുന്നല്ലോ ഉപഗ്രഹം അയക്കുന്നത്. അത് അന്തരീക്ഷത്തിന്റെ മുകളിലും അന്തരീക്ഷത്തിലും നടന്നതെല്ലാം ശേഖരിക്കുക. ആ ഉപഗ്രഹം ശേഖരിക്കുന്ന അതിന്റെ കഴിവ് ഉപയോഗിച്ചിട്ടാണ് ഇന്റർനെറ്റിന്റെ കണക്ഷനുകളൊക്കെ കൂടുതൽ ശക്തിപ്പെടുത്താനും കൂടുതൽ കണക്ഷൻ കൊടുക്കാനും ഒക്കെ അത് ഉപകരിക്കും. അത് ISROയുടെ കീഴിലുള്ളതാണ്. ആ സാധനം വിടുന്നതിന് മുമ്പിലും വന്നിട്ടില്ല, താഴേക്ക് എത്തിയിട്ടില്ല, ഉപഗ്രഹത്തിൻ്റെത് കൈമാറിയിട്ടില്ല. അതിന്റെ കരാറിലാണ് 2 ലക്ഷം കോടിയുടെ അഴിമതി. പ്രധാനമന്ത്രി നേരിട്ട് ഇടപെടുന്ന ഉറപ്പാണ്. 2Gയുടെ പേരിലാണ് കരിവഴിയും രാജയും ഒക്കെ ജയിലിൽ കിടക്കുന്നത്. എക്സ്പാൻഡിന്റെ പേരിൽ ആരെങ്കിലും ജയിലിൽ കിടക്കേണ്ടി വന്നാൽ കിടക്കുന്നത് മൻമോഹൻ സിംഗ് ആണ്. അതാണ് രണ്ടാമത്. 75,000 എത്രയോ കോടിയുടെയാണ് നമ്മുടെ ഇത് നടന്നല്ലോ ഒളിമ്പിക് കോമൺവെൽത്തിൽ പ്രതിയായ ആര് ജയിലാണ്. അതാണ് കൽമാരി MP. ഇപ്പോഴും MP കൽമാരി MP ഈ കോമൺവെൽത്ത് ഗെയിംസിന്റെ പേരിൽ 19-50 കോടിയോളം ഒളിപ്പിക്കാൻ അഴിമതി നടന്നു എന്ന് CAG അടക്കം റിപ്പോർട്ട് ചെയ്ത അവസരത്തിൽ അയാളുടെ പേര് എടുത്ത നടപടി എന്താണെയോ, അയാൾ പാർലമെന്ററി പാർട്ടിയുടെ സെക്രട്ടറിയാണ്. കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടിയുടെ സെക്രട്ടറിയുടെ ജോലി എന്താണെന്നറിയോ, അവരുടെ MP-മാർക്ക് അനുവദിക്കപ്പെടുന്ന ആകെ സമയത്തിൽ ഓരോ MP-മാർക്കും ഒരു വീതിച്ചു കൊടുക്കൽ മാത്രമേ സെക്രട്ടറിക്ക് പണിയുള്ളൂ. വിട്ടുതരാ ഈ ജോലി എടുക്കുന്ന ആൾ ആ ജോലിയിൽ അയാളെ ഒഴിവാക്കി. ഈ അഴിമതി നടത്തിയതിന് അയാളായിരുന്നു ഈ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചിരുന്ന ആള് ഗെയിംസിന്റെ. അയാളെ ആ സ്ഥാനത്തൊന്നും നിൽക്കില്ല. ഇന്ത്യ രാജ്യത്തെ സ്പോർട്സ് കൗൺസിലിന്റെ സെക്രട്ടറിയാണ്, അതിൽ നിന്ന് മാറ്റിയില്ല. MP-യെ ആ സെക്രട്ടറിയുടെ സ്ഥാനത്തൊന്ന് മാറ്റി കൊണ്ടുപോയി പറ്റും. അതാണ് മൂന്നാമത്തത്. അടുത്ത അഴിമതിയാണ് പട്ടാളക്കാരുടെ പേരിൽ വീട് വെച്ച് 8 കോടികളുടെ അഴിമതി വേറെ കിടക്കുക. ആദർശ് ഫ്ലാറ്റ് അതിന്റെ പേരിൽ ഒരു മുഖ്യമന്ത്രി രാജിവെച്ചു മഹാരാഷ്ട്രയിലെ. അതിൽ മുൻ മുഖ്യമന്ത്രിമാരും MP-മാരും ഇപ്പൊ കേന്ദ്രമന്ത്രിമാരായിട്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. യാതൊരു നടപടിയുമില്ല. അങ്ങനെ ഓരോരോ അഴിമതി പിന്നാലെ വരിക. ഇപ്പൊ ഏറ്റവും അക്രമങ്ങൾ വന്നതും CAG കണ്ടുപിടിച്ച അഴിമതിയാണ്. KG എന്ന് പറഞ്ഞാൽ കൃഷ്ണ ഗോദാവരി. ആന്ധ്രാപ്രദേശിലെ കൃഷ്ണ ഗോദാവരി നദീതടങ്ങളിൽ എണ്ണ പ്രകൃതിവാതകം ഇഷ്ടം പോലെ ഉണ്ട്. അത് കണ്ടെത്തി. അത് കുഴിച്ചെടുത്ത് അത് ഖനനം ചെയ്യുന്നതിനും അതിന്റെ പര്യവേഷണം നടത്തുന്നതിനും വേണ്ടി റിലയൻസ് കമ്പനിക്കാരന് വേണ്ടി കരാർ കൊടുത്തു. റിലയൻസ് കമ്പനിക്കാരൻ വരാവുന്ന ചെലവിന്റെ 5-10 ഇരട്ടി ചെലവ് കൂട്ടിവരും. അത് അനുവദിക്കാൻ പാടുള്ളതല്ല. അത് നമ്മുടെ പെട്രോളിയം മന്ത്രാലയം അത് അനുവദിച്ചു കൊടുത്തതിന്റെ ഫലമായി ഇത്രയും ചെലവ് വന്നു എന്നുള്ളത് കൊണ്ട്
എന്ന് പറയുന്ന ഒരാള് വഴിയാണ് പണം കൊണ്ട് കൊടുത്തത്. ആ പണം കൊണ്ട് കൊടുത്താൽ ഞാൻ പണം കൊണ്ട് കൊടുത്തത് ശരിയാണെന്നും എന്നോട് കൊണ്ട് കൊടുക്കാൻ ഏൽപ്പിച്ചത് അമർസിംഗുമാണെന്ന് പോലീസിനോട് പറഞ്ഞു. അമർസിംഗിനെ ചോദ്യം ചെയ്യാൻ പോലീസ് ഉപരാഷ്ട്രപതിയുടെ രാജ്യസഭാ ഉപരാഷ്ട്രപതിയുടെ അനുമതി ചോദിച്ചു. അനുമതി ഇപ്പൊ കൊടുത്തു. ഇപ്പൊ അമർസിംഗ് നാളോ മറ്റന്നാളോ ചോദ്യം ചെയ്യലിന് വിധേയമാകും. ചോദ്യം ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ അറസ്റ്റിലുമാകും. നിഷേധിക്കാൻ കഴിയില്ല. അത് നിഷേധിച്ചത് ഇയാളും എന്റെ പാർട്ടിക്കാരനല്ല എന്നാ പറഞ്ഞത്. പക്ഷേ ഈ അന്നായിരുന്നു എന്നത് ഇന്നാണോ ഇല്ലയോ നമുക്കറിയില്ല. ഏതായാലും ആവശ്യത്തിലേക്ക് BJP എംപിമാർക്ക് എനിക്ക് കാശുകൊണ്ട് തന്നു എന്ന് പറഞ്ഞപ്പോ 3 BJP എംപിമാര് പരസ്യമായി പറഞ്ഞു. കുറെ ആൾക്കാർ BJPക്കാർ വോട്ട് കിട്ടിയല്ലോ, അവരൊന്നും പരസ്യപ്പെടുത്തിയിൽ അവരെ വോട്ട് ചെയ്തു. 3 പേര് പരസ്യമായി പറഞ്ഞുകൊണ്ട് തന്നൂന്ന്. ആ തന്നൂന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോ ഇന്ന് കോൺഗ്രസിന്റെ വക്താവ് എന്ന് വാക്കറിയോ? അയാൾ BJPക്കാരനല്ലേ അങ്ങനെ പറഞ്ഞത്? അത് വിശ്വസിക്കുന്ന അത് പ്രതിപക്ഷമല്ലേ? പ്രതിപക്ഷത്തിരിക്കുന്നവരല്ലേ അത് കാശ് കൊടുക്കില്ല. അതുകൊണ്ട് തന്നെ അത് വിശ്വസിച്ചുകൂടെ? ഒരു കോൺഗ്രസ്സുകാരൻ്റെ കാശ് കൊടുത്തെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല. കാരണം കോൺഗ്രസ് വോട്ട് ചെയ്യേണ്ടതാണല്ലോ. കോൺഗ്രസിന്റെ മുന്നണിയുടെ വോട്ട് കിട്ടിയാൽ തികയാത്തത് കൊണ്ട് പ്രതിപക്ഷത്തോട് കാശ് കൊടുത്ത് വോട്ട് വാങ്ങി എന്ന് പറയുമ്പോ അത് വിശ്വസിക്കാൻ കഴിയില്ല എന്നുള്ളതിന്റെ അർത്ഥം വാങ്ങിയത് BJP ആയതുകൊണ്ട്. BJP ആയതുകൊണ്ട് തന്നെയല്ലേ വാങ്ങിയത്. അത് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ജനാധിപത്യപരമായ രീതിയിലല്ല ഇത് കൈകാര്യം ചെയ്യുന്നത്. അന്ന് അങ്ങനെ ജനാധിപത്യ വിരുദ്ധമായി അല്ലെങ്കിൽ കള്ളവോട്ട് കൊണ്ട് അന്ന് പാർലമെന്റ് നിലനിന്നു. അതുകൊണ്ടാണ് ഇന്ത്യയുടെ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഈ കക്ഷികളൊക്കെ കൂട്ടുപിടിച്ച് രണ്ടാമത് വീണ്ടും അധികാരത്തിൽ വരുന്നത്. അല്ലെങ്കിൽ ഇന്ന് മൻമോഹൻ സിംഗ് കേന്ദ്രം ഭരിക്കുന്ന മുഖ്യമന്ത്രിയായി പ്രധാനമന്ത്രിയായിരിക്കില്ല. അങ്ങനെയുള്ള ഒരു ഗവൺമെന്റാണ് കേന്ദ്രത്തിൽ. ആ ഗവൺമെന്റാണ് ജനങ്ങളെ ദ്രോഹിക്കുന്ന ഒരുപടി കാര്യങ്ങൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിലവർദ്ധനവിന്റെ കാര്യം പറഞ്ഞു, ഗ്യാസിന്റെ കാര്യം എടുത്തു പറഞ്ഞു. എന്താ ഗ്യാസിനും പെട്രോളിനും ഒക്കെ വില കൂട്ടാൻ ഇവർ പറയുന്ന ന്യായം? ഇത് അന്തർദേശീയ വിപണിയേക്കാൾ കുറഞ്ഞ വിലക്കാണ് ഇവർ കൊടുക്കുന്നത് എന്നാണ്. അതിന് നമ്മൾ ചില രാജ്യങ്ങളിലൊക്കെ പറയുന്നത് അവിടെ ഇത്ര കൊടുക്കുന്ന അവിടെ ഇത്ര രൂപയ്ക്ക് എത്ര രൂപയാണ് കിട്ടുന്നത്, പാകിസ്ഥാനിൽ എത്രയാണ്, ചൈനയിൽ എത്രയാണ്, ഓരോരുത്തർക്ക് പറയുന്നത്. അങ്ങനെയല്ലല്ലോ. ഇവർക്ക് നഷ്ടമാണ് എന്നുണ്ടെങ്കിൽ ഇവിടെയും പെട്രോൾ കൊണ്ടുവന്ന് കൊടുക്കുന്നതിന് വരുന്ന ചെലവും പെട്രോൾ വിറ്റ് കിട്ടുന്ന കാര്യം തമ്മിലുള്ള വ്യത്യാസമല്ലേ നഷ്ടം പറയേണ്ടത്? മറ്റേടത്ത് കൊടുക്കുന്നതിനേക്കാൾ കുറവാണ് ഇവിടെ എന്തിനാ പറയുന്നത്? മറ്റേടത്ത് വിൽക്കുന്നതെല്ലാം അതേ വിലയ്ക്കാണ് ഇവിടെ കൊടുക്കുന്നത്. മറ്റ് സ്റ്റേറ്റുകളിലോ മറ്റ് രാജ്യങ്ങളിലോ വിൽക്കുന്നതിനേക്കാൾ എത്രയോ കൂടിയ വിലയ്ക്ക് ഇവിടെ കൊടുക്കുന്നുണ്ട്, കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ വിദേശത്ത് നിന്നുള്ള വിപണി രോഗികൾ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നിന്നാണ് ചികിത്സ തരുന്നത്. ഈ മദ്രാസിലും തിരുവനന്തപുരത്ത് നമ്മുടെ RCCയും ഇപ്പുറത്തുള്ള നമ്മുടെ ഹാർട്ടിന്റെ സീറ്റുന്നറ എറണാകുളത്ത് ആശുപത്രി, ലേക്ക് ഷോർ, ഇതുപോലുള്ള അമൃത ഇതടക്കം വിദേശികൾ ഒരുപടി ആളുകൾ വന്ന് ചികിത്സയാണ്. ഗൾഫിൽ നിന്നൊക്കെ ഒരുപടി ആളാണ്. എന്തുകൊണ്ടാണ് വരുന്നത്? ഒന്ന് ഏറ്റവും നല്ല ചികിത്സയ്ക്ക് രാജ്യത്തുണ്ട്.